പലസ്തീന്റെ കാര്യം നമ്മള് നമ്മ ഇങ്ങനെ അറിയിച്ച് ചെയ്യണമെന്നില്ലല്ലോ. നമ്മളെ അതിന് കണക്കായിട്ട് ചെയ്തത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആൾക്കാരിൽ പലരും പല പക്ഷത്തെ മനസ്സിലായി. ചില ആൾ ഇസ്രായേലിന്റെ പക്കത്താണ്, ചില ആൾ പലസ്തീന്റെ പക്കത്താണ്. അപ്പൊ നമ്മൾ പബ്ലിക്കില് ഇതൊന്നും സംസാരിക്കാണ്ടിരിക്കുന്നത് നല്ലത്. മനസ്സിലായി. എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പലസ്തീനെ ഇസ്രായേലിനെ സപ്പോർട്ടാണ്. അതൊന്നും വിചാരിച്ചിട്ട് എനിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. മനസ്സിലാവും. അവരെ ഉറപ്പിക്കാനും പറ്റൂല. ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇസ്രായേലി എന്ന കാബാലികർ ഫലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വന്തം നിലപാട് പോലും പറയാൻ കഴിയാത്ത വളരെ ദയനീയപരമായ അവസ്ഥയാണ് തൊപ്പി കാണുന്നത്. പുച്ഛം തോന്നുന്നു ഇപ്പൊ നിന്നോട്. നിന്റെ വീഡിയോസ് പലപ്പോഴും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ക്ലിപ്പ് കണ്ടപ്പോ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തു. കാരണം നീ യൂട്യൂബിലേക്ക് വരാൻ കാരണം ഐശ്വസ്പീഡ് എന്ന യൂട്യൂബറാണ്, ഇന്റർനാഷണൽ യൂട്യൂബർ. അദ്ദേഹത്തിന് പോലും കൃത്യമായ ഒരു നിലപാടുണ്ടായിരുന്നു ഫലസ്തീൻ വിഷയത്തിൽ. ആ നിലപാട് പോലും നിനക്കില്ലാതായിപ്പോലോ. പലപ്പോഴും നീ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നീ ഒരു അപമാനമായിട്ടാണ് തൊപ്പി എനിക്ക് തോന്നുന്നത്. ഇനി എനിക്ക് തൊപ്പിയെ ഫോളോ ചെയ്യുന്ന ജെൻസി ജനറേഷനോടും അതിന്റെ ഫോളോവേഴ്സിനോടും ഒരു കാര്യം പറയാനുള്ളൂ. ഈ രാജ്യത്ത് നടക്കുന്ന, ഈ ലോകത്ത് നടക്കുന്ന ക്രൂരതകൾക്കെതിരെ സംസാരിക്കാനും അതിനെതിരെ നിലപാടെടുക്കാനും അതിനെതിരെ പ്രതികരിക്കാനുമുള്ള ഒരു നട്ടെല്ല് നമുക്കുണ്ടാകേണ്ടതുണ്ട്.